ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ നെയിം വരുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പോൾ ആറ്റത്തിനെ പറ്റിയിട്ടും ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. എങ്ങനെയാ വരുന്നത് ആറ്റം എന്ന് പറയുമ്പോൾ? ആറ്റത്തിന്റെ സെന്റർ പോർഷന് നമ്മൾ എന്തെന്ന് പറയും? ന്യൂക്ലിയസ് എന്ന് പറയും. ന്യൂക്ലിയസിന്റെ ഉള്ളിലായിട്ട് ആരുണ്ടാവും? പ്രോട്ടോൺസ് ഉണ്ടാവും, ന്യൂട്രോൺസ് ഉണ്ടാവും. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള സർക്കുലർ പാത്തിനെ നമ്മൾ എന്തെന്ന് പറയും? ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല് എന്ന് പറയും. ഈ ഓർബിറ്റിലാണ് ആരുണ്ടാവുക? ഇലക്ട്രോൺസ് ഉണ്ടാവുക. ഈ കാര്യങ്ങളൊക്കെ ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അല്ലെ? ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് എന്തുണ്ട്? ആറ്റത്തിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ആറ്റത്തിലെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആയിരുന്നു. എന്തൊക്കെയായിരുന്നു പേര് വരുന്നത്? പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്. അപ്പോ ഈ 3 സബ് അറ്റോമിക് പാർട്ടിക്കിളിന്റെ ഡിസ്കവറി അവർ എങ്ങനെയാണ് കണ്ടെത്തിയത്, ആ എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ടോപ്പിക് വരുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ചാർജ് ഒക്കെ കാര്യങ്ങൾ അറിയാലോ. ഇലക്ട്രോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് എന്താ വരിക? നെഗറ്റീവ് ചാർജ് അല്ലെ? പ്രോട്ടോൺസ് എന്ന് പറയുമ്പോൾ പ്രോട്ടോൺസിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ന്യൂട്രോൺസ്, ലൈക്ക് ദ നെയിം സജസ്റ്റ്, അവരെന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും അല്ലെ? ന്യൂട്രോൺസ് പറയുമ്പോൾ ചാർജ്ലെസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താന്ന് ആലോചിക്കാം? അവര് ന്യൂട്രൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ആലോചിക്കുക. അപ്പോ 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണുള്ളത്. ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്. ഇലക്ട്രോൺസിന്റെ ചാർജ് വരുന്നത് നെഗറ്റീവ് ആണ്, പ്രോട്ടോൺസിന്റെ ചാർജ് വരുന്നത് പോസിറ്റീവ് ആണ്, ന്യൂട്രോൺസ് പറയുന്നത് ചാർജ്ലെസ് ആണ് അല്ലെങ്കിൽ ന്യൂട്രൽ ആണ് എന്ന് പറയാം. ഇനി ഓരോന്നിന്റെ ഡിസ്കവറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിട്ടുള്ള ഇലക്ട്രോൺസിന്റെ ഡിസ്കവറി എങ്ങനെയാ നടത്തിയെന്നാണ് പറയുന്നത്. ആദ്യം തന്നെ ഫാരഡേ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിലാണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയത്. കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ്, ആ ട്യൂബിന്റെ ഫിഗർ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഓക്കെ, ഇതാണ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ്. ഈ ഒരു ട്യൂബിലാണ് ഫാരഡേ എന്ത് ചെയ്തത്? എക്സ്പെരിമെന്റ് നടത്തിയിട്ട് ഇലക്ട്രോണിനെ ഡിസ്കവർ ചെയ്യുന്നത്. ഇതിൽ എന്ത് പോർഷൻ ഉണ്ടാവും നിങ്ങൾക്ക് നോക്കിയിട്ട് കാണാം. ഇവിടെ ഉണ്ട് 2 ഇലക്ട്രോഡ്സ് കാണാൻ പറ്റും അല്ലെ? ഏതൊക്കെ ഇലക്ട്രോഡ്സ്? കാഥോഡും ഉണ്ട്, ആനോഡും ഉണ്ട്. കാഥോഡിന്റെ ചാർജ് എന്താ കൊടുത്തിരിക്കുന്നത്? നെഗറ്റീവ് ആണ്. ആനോഡിന്റെ ചാർജ് വന്നിരിക്കുന്നത് പോസിറ്റീവ്. അങ്ങനെ 2 മെറ്റൽ ഇലക്ട്രോഡ് ഉണ്ടായിരിക്കും ഈ ട്യൂബിന്റെ 2 സൈഡിലായിട്ട്. കൂടാതെ ഈ ട്യൂബിൽ നമ്മൾ എന്താണ്? ഒരു പെർട്ടിക്കുലർ ഗ്യാസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫിൽ ചെയ്തിട്ടും ഉണ്ടാവും. അതാണ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിന്റെ സെറ്റപ്പ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാഥോഡ് റേ ട്യൂബ് എന്തുകൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്? ഗ്ലാസ് കൊണ്ടാണ്. അതിൽ എന്തുണ്ടാവും? 2 മെറ്റൽ ഇലക്ട്രോഡ്സ് ഉണ്ടാവും. ഈ മെറ്റൽ റോഡ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിലൂടെ ഹൈ വോൾട്ടേജ് കൊടുക്കുന്ന നേരത്ത് എന്ത് ചെയ്യും? കറണ്ട് സ്റ്റാർട്ട് ചെയ്യും ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ എന്താണ് ചെയ്യുന്നത്? ഏതിലൂടെയാ പാസ് ചെയ്യുന്നത്? ഫ്ലോയിങ് ത്രൂ എ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാൻ തുടങ്ങും. എവിടുന്ന് എങ്ങോട്ടാണ് ഫ്ലോസ് നടക്കുന്നത്? മൂവിങ് ഇൻ ദ ട്യൂബ് ഫ്രം നെഗറ്റീവ് ഇലക്ട്രോഡ്. ഏതായിരുന്നു നെഗറ്റീവ് ഇലക്ട്രോഡ് നമ്മൾ പരിചയപ്പെട്ടത്? കാഥോഡ് അല്ലെ? അപ്പൊ നമ്മുടെ നെഗറ്റീവ് ഇലക്ട്രോഡ് ആയ കാഥോഡിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡ് ആയ ആനോഡിലേക്കാണ് മൂവ്മെന്റ് നടക്കുന്നത്. കാഥോഡിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡ് ആയ ആനോഡിലേക്ക്. അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. മൂവ്മെന്റ് നടക്കുന്നത് കാഥോഡ് ടു ആനോഡ് ആണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഈ ഫ്ലോ ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ, ഈ ഒരു റേസിനെ നമ്മൾ പറയുന്ന പേരാണ് കാഥോഡ് റേസ്. പോയിന്റ് ക്ലിയർ ആണോ? അപ്പൊ ഹൈ വോൾട്ടേജ് കൊടുത്ത് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാഥോഡ് ടു ആനോഡ് പാസ് ചെയ്യുന്ന ഈ റേസിനെ, ഈ പാർട്ടിക്കിൾസിനെ, സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസിനെ നമ്മൾ പറഞ്ഞ പേരാണ് കാഥോഡ് റേസ്. ഇനി ഇതിന്റെ പ്രസൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമുക്ക് എന്തായിരുന്നു? ആനോഡ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ പറഞ്ഞു ഫ്ലോ എവിടുന്ന് എങ്ങോട്ടാണ്? കാഥോഡ് ടു ആനോഡ് ആണ് ഫ്ലോ. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡിൽ നിന്ന്
പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കാണ് ഫ്ലോ നടക്കുന്നത്. അപ്പൊ ഈ ഫ്ലോന്റെ പ്രസൻസ് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ആനോഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആനോഡ് ആ ആനോഡിൽ ബ്രേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ എന്ത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഒരു ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് അതിവിടെ വരുന്നത്, അതിന്റെ പ്രസൻസ് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് നമ്മുടെ പോയിന്റ് പറയുന്നത്. മേക്കിംഗ് എ ഹോൾ ഇൻ ദ ആനോഡ്, ആനോഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹോൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്താണ്, കോട്ടിംഗ് ബിഹൈൻഡ് ആനോഡ് വിത്ത് ഫോസ്ഫറസെന്റ് മെറ്റീരിയൽ ലൈക്ക് സിങ്ക് സൾഫൈഡോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, അതിന്റെ ബാക്ക് സൈഡിൽ ആനോഡിന്റെ ബിഹൈൻഡ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. when these rays after passing through anode, അപ്പോ ഈ പാർട്ടിക്കിൾസ് ഇങ്ങനെ ആനോഡിലൂടെ പാസ് ചെയ്തിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത്, ആ കോട്ടിങ്ങിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു ബ്രൈറ്റ് സ്പോട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ പോയിന്റ്. ആനോഡിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഞാൻ സിങ്ക് സൾഫൈഡ് ഒക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലോ കാഥോഡ് ടു ആനോഡ് ഫ്ലോ വന്നു കഴിഞ്ഞ് ഇവിടെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കാണാൻ പറ്റും, ഒരു ബ്രൈറ്റ് സ്പോട്ട് കാണാൻ പറ്റും. അപ്പൊ ആ പ്രസൻസ് എന്ത് ചെയ്യും, ഒന്നും കൂടെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തി കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സമ്മറൈസ് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു. കാഥോഡ് റേസ് എങ്ങനെയാ മൂവ് ചെയ്യുക, കാഥോഡിന്ന് ആനോഡിലേക്ക് അല്ലെ, സ്റ്റാർട്ടിങ് ഫ്രം കാഥോഡ്, കാഥോഡിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ആനോഡിലേക്കാണ് മൂവ്മെന്റ് നടക്കുന്നത്. ആ പോയിന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. അതാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. സെക്കൻഡ് നോക്കുക, ഈ പാർട്ടിക്കിൾസ് ദംസെൽഫ് എന്തായിരിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു, നമുക്ക് ആദ്യം മനസ്സിലാവില്ല അല്ലെ, നോട്ട് വിസിബിൾ ആയിരിക്കും. അപ്പൊ ആ പ്രസൻസ് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലൂറസെന്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കൊടുക്കുന്നത്. ഓർമ്മയില്ലേ, സിങ്ക് സൾഫൈഡ് നമ്മൾ കോട്ട് ചെയ്തു. അപ്പൊ അവിടെ വന്ന പാർട്ടിക്കിൾ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബ്രൈറ്റ് സ്പോട്ട് കണ്ടിട്ട് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോ ആദ്യം വിസിബിൾ അല്ല, അത് വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലൂറസെന്റ് പോലുള്ള സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നത്, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത്, ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക്കൽ ഓർ മാഗ്നറ്റിക് ഫീൽഡ്, ദീസ് റേസ് ട്രാവൽ സ്ട്രെയിറ്റ് ലൈൻ. നമ്മളിപ്പോ അഡീഷണൽ ആയിട്ട് അവിടെ എന്തില്ല, മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, ഇതിന്റെ ഒന്നും പ്രസൻസ് അവിടെ ഇല്ലെങ്കിൽ അതിന്റെ ഒക്കെ ആബ്സെൻസിൽ ഈ റേസ് എങ്ങനെയാ പാസ് ചെയ്യുക, അവര് സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുക, ഡീവിയേറ്റ് ഒന്നും ചെയ്യില്ല. മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡിന്റെ ഒക്കെ പ്രസൻസ് അവിടെ ഇല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾസ് കാഥോഡ് ടു ആനോഡ് എങ്ങനെ ട്രാവൽ ചെയ്യും, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ട്രാവൽ ചെയ്യുക. അടുത്ത പോയിന്റ് വരുന്നത്, ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക്കൽ ഓർ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെയോ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവര് എങ്ങനെയാണ് ക്യാരക്ടർ സിമിലാരിറ്റി കാണിക്കുക, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ. അതിപ്പോ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ ആലോചിക്കുക, പോസിറ്റീവിന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ പാർട്ടിക്കിളിന് എന്ത് ചാർജ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും, പോസിറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അല്ലെങ്കിൽ നെഗറ്റീവ് വരുമ്പോൾ റിപ്പൽ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും, ഈ പാർട്ടിക്കിൾ നിങ്ങൾക്കറിയാം ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും, സിമിലർ ചാർജസ് വന്നാൽ റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പാർട്ടിക്കിൾ എന്ത് ക്യാരക്ടറാണ് കാണിക്കുന്നത്, ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ക്യാരക്ടറാണ് കാണിക്കുന്നത്. അല്ലാതെ ആബ്സെൻസ് പറഞ്ഞപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ ആബ്സെന്റ് ആയപ്പോ എന്താ നടന്നത്, അവര് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ട്രാവൽ ചെയ്യും. ഇനി ഞാനിപ്പോ മാഗ്നറ്റിക് ഫീൽഡോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഒക്കെ പ്രസൻസിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പാർട്ടിക്കിൾ എന്താ കാണിക്കുന്നത്, ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിക്കുന്നതെന്ന് മനസ്സിലാവും. അങ്ങനെയുള്ള ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിളിന്, കാഥോഡ് റേയിലുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിന് നമ്മൾ കൊടുത്ത പേരാണ് ഇലക്ട്രോൺസ്. അങ്ങനെയാണ് ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കവർ ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ കാഥോഡ് റേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ മെറ്റീരിയൽ ഓഫ് ഇലക്ട്രോഡ്. നമ്മൾ വരച്ചിരുന്നു അല്ലേ, ചിത്രം വരയ്ക്കുമ്പോൾ കാഥോഡും ആനോഡും വരച്ചു. അത് ഏത് മെറ്റലാണ് ഇലക്ട്രോഡായി എടുത്തത്, അതിനെ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ആ ഗ്ലാസ് ട്യൂബിന്റെ ഉള്ളിൽ ഗ്യാസ് ഫില്ല് ചെയ്യുന്ന ആ ഗ്യാസിന്റെ നേച്ചറിനെ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് ഗ്യാസ് ആണെന്നോ ഏത് മെറ്റൽ ആണോ എടുത്തിരിക്കുന്നത് അതൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അവിടെ കാഥോഡ് റേനെ. ക്ലിയർ അല്ലേ?
അപ്പോ നമുക്ക് പോയിന്റ് എന്താണ് കിട്ടിയിരിക്കുന്നത്? കൺക്ലൂഡ് ദാറ്റ് ഇലക്ട്രോൺസ് ആർ ബേസിക് കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ഓൾ ദ ആറ്റം. ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ഡിസ്കവറി ആണ് ഈ ഒരു കാഥോഡ് റേ എക്സ്പെരിമെന്റിൽ കിട്ടിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്ത പറയുന്നത് ചാർജ് ടു മാസ് റേഷ്യോ. ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോ തോംസൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ചാർജ് ടു മാസ് റേഷ്യോനെയാണ് നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതില് ഈ ഇ എന്ന് പറയുന്നത് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ്. ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ്, ആ വാല്യൂനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇ എന്ന് കൊടുത്തിരിക്കുന്നത്. എം ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതാണ് എന്തിനാ ഡിനോട്ട് ചെയ്യുന്നത്? മാസ് ഓഫ് ഇലക്ട്രോൺ. ഒന്ന് നമ്മുടെ ഹെഡിങ് എന്താണ്? ചാർജ് ടു മാസ് ആണ്. ഇതാണ് ചാർജ്, ഇതാണ് എന്ത്? മാസ് കൊടുത്തിരിക്കുന്നത്. ഈ റേഷ്യോ, ചാർജ് ടു മാസ് റേഷ്യോന്റെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓർക്കേണ്ട ഒരു പോയിന്റ്, ചാർജ് നമ്മൾ എപ്പോഴും എന്തിലാ പറയാ? യൂണിറ്റ് കൂളോമിലാണ്. അപ്പൊ ചാർജിന് എന്താണ്? സി എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യും. താഴെ മാസ്, മാസിന്റെ യൂണിറ്റ് എന്താ നമ്മൾ കൊടുക്കുക? കിലോഗ്രാം ആണ്. അപ്പൊ എന്താണ്? കെ ജി എന്ന് കൊടുക്കും. അപ്പൊ ഇവിടെ യൂണിറ്റ് നോക്കുമ്പോ മേലെ കൂളോമും ഉണ്ടാവും, താഴെ എന്താണ്? കിലോഗ്രാമും ഉണ്ടാവും. അതുകൊണ്ട് യൂണിറ്റ് സി, കിലോഗ്രാം ഇൻവേഴ്സ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ വാല്യൂ ഒന്ന് എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. ഇതാണ് ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അടുത്ത് പഠിക്കാനുള്ളത് ചാർജ് ഓൺ ദ ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജ്, മാസിന്റെ വാല്യൂ ഒക്കെയാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ആർ.എ. മില്ലിക്കൻ പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ചെയ്യുന്നത്. ഈ എക്സ്പെരിമെന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. ആ പോയിന്റ് ഒന്ന് ഓർക്കണേ. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വഴിയാണ് നമ്മൾ കണ്ടെത്തുന്നത്. To determine the charge on the electrons, he found the charge on the electron. എത്രയാണ് ആദ്യം വാല്യൂ കിട്ടിയിരിക്കുന്നത്? നെഗറ്റീവ്. അത് എന്തുകൊണ്ടാണ് കൊടുത്തത്? നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോ നമ്മുടെ വാല്യൂ എന്ത് വരും? നെഗറ്റീവ് 1.6 ഇൻറ്റു 10⁻⁻19 കൂളം. ഇതാണ് എന്ത്? ചാർജ് വന്നിരിക്കുന്നത്. ഇനി ഈ ചാർജ് വെച്ചിട്ട് എങ്ങനെ മാസ് കണ്ടെത്താന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം നമ്മൾ ഓൾറെഡി എന്ത് കണ്ടുപിടിച്ചു വെച്ചിരുന്നു? ചാർജ് ടു മാസ് റേഷ്യോ കണ്ടുപിടിച്ചിരുന്നു. അതിന്റെ വാല്യൂ ഇതായിരുന്നു വന്നത് അല്ലെ? 1.75 ഇൻറ്റു 10⁻11 എന്നുള്ളത്. ഇനി ചാർജ് ആണല്ലോ ഇപ്പൊ നമുക്ക് ഫൈൻഡ് ചെയ്തത്. എത്രയാ വാല്യൂ വന്നത്? 1.6 ഇൻറ്റു 10⁻⁻19. അപ്പോ ഇവരെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാസ് കണ്ടുപിടിച്ചൂടെ? അപ്പോ ചാർജ് കൊടുത്തിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ ചാർജ് ടു മാസ് റേഷ്യോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് മാസ് ഓഫ് ഇലക്ട്രോൺ കിട്ടും. എത്ര ഇലക്ട്രോണിന്റെ മാസ് വന്നിരിക്കുന്നത്? വാല്യൂ 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം. മാസ് ഓഫ് ഇലക്ട്രോൺ ഓർത്ത് വെക്കുക കേട്ടോ. 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം ആണ് മാസ് വന്നിരിക്കുന്നത് ഇലക്ട്രോണിന്റെ. ക്ലിയർ അല്ലേ? അപ്പൊ ചാർജ്, മാസ്, ചാർജ് ടു മാസ് റേഷ്യോ, 3 വാല്യൂസും നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റത്തെ ഇലക്ട്രോണിന്റെ ഡിസ്കവറിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു. അടുത്ത് പഠിക്കാൻ പോകുന്നത് പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും ഡിസ്കവറിനെ പറ്റിയിട്ടാണ്. നോക്കാം. അവിടെ നമ്മൾ യൂസ് ചെയ്ത ഏതായിരുന്നു? കാഥോഡ് റേസ് ആണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമിലർ എന്തിലാണ്? കനാൽ റേസിലാണ് എക്സ്പെരിമെന്റ് നടത്തുന്നത്. ഈ റേസിന്റെ പ്രത്യേകത അവർ ക്യാരി ചെയ്യുന്നത്, കാഥോഡ് റേസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിനെ ക്യാരി ചെയ്യുമ്പോൾ ഇവിടെ എന്താ ക്യാരി ചെയ്യുന്നത്? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുക. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോട്ടോൺസ് എന്ന് പറയുന്നത്. അവിടെ ക്യാരി ചെയ്ത നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിരുന്നു ഇലക്ട്രോൺസ്. ഇവിടുത്തെ കേസിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോട്ടോൺസ് എന്ന് പറയുന്നത്. റേന്റെ പേര് ഒന്ന് ആലോചിച്ച് വെക്കുക. മറ്റേത് കാഥോഡ് റേ, ഇവിടെ കനാൽ റേസ്. ഓക്കെ, അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നല്ലേ, ഗ്യാസിനെ മെറ്റലിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്ന്. ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നാച്ചർ ഓഫ് ദ ഗ്യാസ് പ്രസന്റ് ഇൻ ദ ട്യൂബ്.
നേരത്തെ നമ്മൾ പറഞ്ഞു ആ ഗ്യാസ് ഏത് ഗ്യാസ് ആണോ ഈ ഗ്ലാസ് ട്യൂബിന്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത് അതിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന്. പക്ഷെ അതുപോലെയല്ല ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നേച്ചർ ഓഫ് ദ ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. The charge to mass ratio of the particles depend on the gas from which these originated. ആ charge to mass ratio കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഗ്യാസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. And some of the positively charged particles, നമ്മുടെ ഈ positively charged particles എന്താണ് ക്യാരി ചെയ്യുന്നത്, a multiple of the fundamental unit of electrical charge. ഇലക്ട്രിക്കൽ ചാർജിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ്സിന് മൾട്ടിപ്പിൾ ആയിട്ടാണ് അവർ ക്യാരി ചെയ്ത് പോകുന്നത് എന്നാണ് അടുത്ത പോയിന്റ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് the behavior of these particles in the magnetic or electrical field is opposite to that observed for electrons or cathode. അതായത് പോയിന്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യത്തെ കേസിൽ ഇലക്ട്രോൺസിന്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് വെച്ചപ്പോൾ ഒരു ഒബ്സർവേഷൻ നമുക്ക് കിട്ടുമല്ലോ. ആ ഒബ്സർവേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കൺക്ലൂഡ് ചെയ്തത്, ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. അവിടെ നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ ഇവിടെ ക്യാരി ചെയ്യുന്നത് ഏതാണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് എന്നുള്ളതാണ് പോയിന്റ്. ഓക്കെ, അപ്പോ നമ്മുടെ കൺക്ലൂഷൻ ഇതൊക്കെയാ വരിക. സ്മോളസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ലൈറ്റസ്റ്റ് ആയിട്ടുള്ള പോസിറ്റീവ് അയോൺ ഏതിലാണ് ഉണ്ടാവുക, ഏറ്റവും സ്മോളസ്റ്റും ലൈറ്റസ്റ്റും ആയിട്ടുള്ള പോസിറ്റീവ് അയോൺ വരുന്നത് ഹൈഡ്രജന്റെ ആണ്. അതിനെയാണ് നമ്മൾ എന്താന്ന് ടേം ചെയ്യുന്നത്, പ്രോട്ടോൺ. ഏറ്റവും സ്മോളസ്റ്റും ആയിരിക്കും ലൈറ്റസ്റ്റും ആയിരിക്കും. അങ്ങനെ വരുന്ന ഹൈഡ്രജന്റെ പോസിറ്റീവ് അയോണിനെയാണ് നമ്മൾ പ്രോട്ടോൺസ് എന്ന് ടേം ചെയ്യുന്നത്. അടുത്തത് പിന്നീട് നമുക്ക് ഇപ്പൊ ഏതൊക്കെ കിട്ടി, നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസും കിട്ടി, പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള പ്രോട്ടോൺസും കിട്ടി. ലേറ്റർ നമുക്കൊരു നീഡ് വരികയാണ് ഒരു ചാർജ്ലെസ് ന്യൂട്രൽ ആയിട്ടുള്ള സ്പീഷീസ് ആറ്റത്തിനുള്ളിൽ പ്രസന്റ് ആവുന്നത്. അങ്ങനെ ന്യൂട്രൽ ആയിട്ടുള്ള സ്പീഷീസിനെ പിന്നെ കണ്ടെത്തുന്നത് ആരാണ്, ചാഡ്വിക് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് കേട്ടോ. എങ്ങനെയാ കണ്ടെത്തുന്നത്, ബൊംബാർഡിങ് എ തിൻ ഷീറ്റ് ഓഫ് ബെറീലിയം ബൈ ആൽഫ പാർട്ടിക്കിൾസ്. എക്സ്പെരിമെന്റ് നടത്തിയിട്ട് ആൽഫ പാർട്ടിക്കിൾസിൽ എക്സ്പെരിമെന്റ് നടത്തിയിട്ടാണ് ചാഡ്വിക് ആരുടെ പ്രസൻസ് കണ്ടെത്തുന്നത്, ഈ ന്യൂട്രൽ ആയിട്ടുള്ള പാർട്ടിക്കിളിന്റെ പ്രസൻസ് കണ്ടെത്തുന്നത്. ഈ ന്യൂട്രൽ ആയിട്ടുള്ള പാർട്ടിക്കിൾ ഇലക്ട്രിക്കലി ന്യൂട്രൽ പാർട്ടിക്കിൾസ് ആണ്. അവരുടെ മാസ് എന്തായിരിക്കും, സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് പ്രോട്ടോൺ. പ്രോട്ടോണിന്റെ മാസിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും. നമ്മൾ ഓരോന്നിന്റെ മാസ് പറഞ്ഞു. അപ്പൊ പ്രോട്ടോണിന്റെ മാസിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ ചാർജ് നോക്കുമ്പോൾ എന്തായിരിക്കും, ചാർജ്ലെസ് ആയിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. അങ്ങനെ ചാർജ്ലെസ് ആയതും പ്രോട്ടോണിന്റെ മാസിനേക്കാൾ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ആയിട്ടുള്ള ഈ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ചാർജ്ലെസ് ആയിരിക്കും, അതുപോലെ തന്നെ പ്രോട്ടോണിന്റെ മാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ലൈറ്റ്ലി ഗ്രേറ്ററും ആയിരിക്കും ന്യൂട്രോൺസിന്റെ മാസ് വരുന്നത്. അപ്പോ ഇതിലാണ് നമ്മുടെ ഡിസ്കവറി കഴിഞ്ഞു. ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കവർ ചെയ്ത സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്. ചാർജുകളും കൂടെ ഓർത്ത് വെക്കുക. പ്രോട്ടോൺസ് പറയുമ്പോൾ പോസിറ്റീവ് ആണ്, നമ്മൾ കാഥോഡ് റേ വെച്ചിട്ട് കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ എന്തായാലും ഇലക്ട്രോൺസ്, പ്രോട്ടോൺസിന്റെ കേസ് വരുമ്പോൾ കനാൽ റേസിന്റെ പോസിറ്റീവ്ലി ചാർജ്ഡ്. പിന്നെ എന്തായിരുന്നു വന്നേ, ചാർജ്ലെസ് ആയിട്ടുള്ള ന്യൂട്രോൺസിന്റെ കേസും പറഞ്ഞു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അറ്റോമിക് മോഡൽസ് ആണ്. അറ്റോമിക് മോഡൽസിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തോംസൺ മോഡൽ ഓഫ് ആറ്റം പഠിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഏതും കൂടെ പഠിക്കാം, റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡലും കൂടെ നോക്കാം. അറ്റോമിക് മോഡൽസ് കണ്ടിന്യൂ ആയിട്ട് നോക്കാം കേട്ടോ. അപ്പോ ഫസ്റ്റ് വരുന്നത് ഏതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, തോംസൺ മോഡൽ ഓഫ് ആറ്റം. അപ്പോ സയന്റിസ്റ്റിന്റെ പേര് ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെക്കുക, ജെ തോംസൺ കേട്ടോ. ജെ തോംസൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ മോഡലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ജെ തോംസൺ പ്രൊപ്പോസ്ഡ് ദാറ്റ് an atom possesses a spherical shape. ആറ്റത്തിനെ നമ്മൾ എന്തായിട്ടാ കൺസിഡർ ചെയ്യുന്നത്, ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. In which the positive charge is uniformly distributed. അപ്പൊ ഇതിൽ എന്താണ്, ആ പോസിറ്റീവ്ലി ചാർജ് എന്താണ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും, എംബഡഡ് ഇൻടു ഇറ്റ്. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്ഫിയറിലേക്ക് ഇലക്ട്രോൺസിന് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ എംബഡഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മോഡലിനെ നമ്മൾ എന്തൊക്കെ പറയും, വാട്ടർമെലൻ, പ്ലം പുഡിംഗ് മോഡൽ എന്നൊക്കെ പറയും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ ഒരു സ്ട്രക്ചറിനെ നമുക്ക് എന്തായിട്ട് കമ്പയർ എങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും? ഒരു പുഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ വാട്ടർമെലൺ ആയിട്ടോ ഒക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ പോസിറ്റീവ് ചാർജ് കിടക്കുന്നുണ്ട് അല്ലെ, വാട്ടർമെലൺ പുഡിംഗ് ഒക്കെ പോലെ. അതില് നമ്മുടെ ഈ പ്ലംസ് സീഡ്സ് ഒക്കെ എംബഡഡ് ആയിട്ട് കിടക്കുന്ന പോലെയാണ് ആര് കിടക്കുന്നത്? ഇലക്ട്രോൺസ് എംബഡഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ഒരു പുഡിങ്ങില് പ്ലംസ് കിടക്കുന്ന പോലെയാണ് സംഭവം ഉള്ളത്, അല്ലെങ്കിൽ വാട്ടർമെലൺ സീഡ്സ് ഉള്ള പോലെ. അതുകൊണ്ട് ഈ മോഡലിനെ നമ്മൾ എന്ത് പറയും? പ്ലം പുഡിങ് അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് അതിന്റെ ഫിഗർ ഒന്ന് നോക്കാം. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഈ സ്ഫെറിക്കൽ ഷേപ്പ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. അതിന്റെ ചുറ്റുമാണ് നമ്മൾ പറഞ്ഞത് എന്ത്? പോസിറ്റീവ്ലി ചാർജ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കിടക്കുന്നുണ്ട് എന്ന്. ഇനി അതിലേക്കാണ് നമ്മുടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്തിരിക്കുന്നത്? എംബഡഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു പ്ലം പുഡിംഗ് മോഡൽ പോലെ തന്നെ അല്ലെ, പുഡിങ്ങിൽ പ്ലംസ് എംബഡഡ് ചെയ്തിരിക്കുന്ന പോലെ ഈ പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള മാറ്ററിലേക്കാണ് ആര് എംബഡഡ് ചെയ്തിരിക്കുന്നത്? ഇലക്ട്രോൺസ് എംബഡഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ തോംസൺ മോഡൽ ഓഫ് ആറ്റം കേട്ടോ. അപ്പൊ ഈ ഒരു മോഡലിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, mass of the atom is assumed to be uniformly distributed over the atom. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആറ്റത്തിന്റെ ചുറ്റുമായിട്ട് എന്താണ്? ടോട്ടൽ മാസിനെ നമ്മൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. This model was able to explain the overall neutrality of the atom. ആറ്റത്തിന്റെ ന്യൂട്രാലിറ്റിനെ പറ്റിയിട്ടുള്ള ഓവറോൾ ന്യൂട്രാലിറ്റിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയിട്ടുണ്ട്? ഈ മോഡലിന് പറ്റിയിട്ടുണ്ട്. But was not consistent with the result of later experiment. പിന്നീടുള്ള എക്സ്പെരിമെന്റ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടിനെ പറ്റി കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പറയാൻ ആർക്ക് പറ്റിയില്ല? ഈ മോഡലിന് പറ്റിയില്ല. ഓവറോൾ ന്യൂട്രാലിറ്റിനെ പറ്റി അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ബട്ട് ലേറ്റർ എക്സ്പെരിമെന്റ്സിന്റെ റിസൾട്ടിനെ പറ്റിയിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഈ ഒരു മോഡലിന് പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ മോഡൽ എന്തായത്? ഫെയിൽ ആയത്. അങ്ങനെ പിന്നെ രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ള മോഡൽ ഓഫ് ആറ്റം ആണ് ആരുടെ? റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. അപ്പൊ റൂദർഫോർഡ് പറഞ്ഞ സയന്റിസ്റ്റിന്റെ അറ്റോമിക് മോഡൽ ആണ് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോ റൂദർഫോർഡ് ചെയ്ത എക്സ്പെരിമെന്റിന്റെ പേരാണ് എന്ത്? ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അതിന്റെ ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് എന്തൊക്കെയാ അതിന്റെ സെറ്റപ്പ് എന്ന് നോക്കാം. ആദ്യം തന്നെ ഇവിടെ എന്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്? സോഴ്സ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ്. ഈ ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് വേണം? ആൽഫ പാർട്ടിക്കിളിന്റെ ഒരു സോഴ്സ് വേണം. അതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ലെഡ് പ്ലേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സെന്ററിലായിട്ട് ഈ ഒരു പോർഷനിലായിട്ട് ആരും കൊടുത്തിട്ടുണ്ട്? ഗോൾഡ് ഫോയിലും കൊടുത്തിട്ടുണ്ട്. ഇനി ആൽഫ പാർട്ടിക്കിൾ ഈ ഒരു സോഴ്സ് നിന്ന് നമുക്ക് ആര് വരും? ആൽഫ പാർട്ടിക്കിൾ പാസ് ചെയ്ത് വരും അല്ലെ. അപ്പൊ ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസ്, ഇതൊക്കെ എന്താണ്? ഈ പാസ് ചെയ്ത് വരുന്നതൊക്കെ എന്താണ്? ആൽഫ പാർട്ടിക്കിൾസ് ആണ് കേട്ടോ. അപ്പൊ ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് വന്നിട്ട് നമ്മളുടെ ഗോൾഡ് ഫോയിൽ ഉണ്ടല്ലോ, തിൻ ഗോൾഡ് ഫോയിലിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നതാണ് അടുത്ത ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, കുറെയൊക്കെ എന്താണ് നേരെ തന്നെ ഡീവിയേറ്റ് ചെയ്യാതെ പോകുന്നു അല്ലെ. ഈ സ്ട്രെയിറ്റ് ലൈൻസ് ഒക്കെ കാണുന്നില്ലേ? ഇവരൊക്കെ എന്താണ്? നേരെ തന്നെ ഡീവിയേറ്റ് ചെയ്യാതെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. പിന്നെ കുറച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിക്കേ, ഇതൊക്കെ എന്താണ്? ഡീവിയേറ്റ് ചെയ്ത് പോകുന്നില്ലേ? സ്ട്രെയിറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നതിന് പകരം ചിലതൊക്കെ എന്താണ്? ഡീവിയേറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇനി വേറെ കുറച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് പേരെന്താണ്? പോയതുപോലെ തിരിച്ചു വരുന്നുണ്ട് അല്ലെ, ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. അപ്പോ കുറെയൊക്കെ പാർട്ടിക്കിൾസ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെ ട്രാവൽ ചെയ്യും. ചിലതൊക്കെ വളരെ കുറച്ച് പേര് എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിലും വളരെ കുറച്ച് പേര് ബൗൺസ് ബാക്ക് ചെയ്യും, തിരിച്ച് ഇങ്ങോട്ട് പോയ പോലെ തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും. ഇതൊക്കെയാണ് ആ എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻ. നമുക്ക് ഇനി ഒബ്സർവേഷൻസും കൺക്ലൂഷൻസും ഒക്കെ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇതിന്റെ ഒബ്സർവേഷൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. Most of the alpha particles passed through the gold foil undeflected. ഡിഫ്ലക്ട് ചെയ്യാതെ നേരെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പാസ് ചെയ്യുന്നു. നമ്മൾ ഫിഗറിൽ കണ്ടല്ലോ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സ്മോൾ ഫ്രാക്ഷൻ, കുറച്ച് പേര് എന്ത് ചെയ്യുന്നുണ്ട്? ആൽഫ പാർട്ടിക്കിൾ വാസ് ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾ. ചെറിയ ചെറിയ ആംഗിൾ ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്.
നിങ്ങൾ ആ ഫിഗറിൽ ഒന്നും കൂടെ നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, മെജോറിറ്റി മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഡിഫ്ലക്ട് ചെയ്യാതെ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട്. സ്മോൾ ഫ്രാക്ഷൻസ് കുറച്ച് പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഇതാ ഈ എക്സാമ്പിൾ നോക്കിയാൽ മതി. ഇവരൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെന്താണ്, ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, ചെറിയ ആംഗിളിലായിട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇനിയിപ്പോ വെരി ഫ്യൂ, വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, ബൗൺസ്ഡ് ബാക്ക്, ദാറ്റ് ഈസ് were deflected by nearly 180. 180 വെച്ചാൽ പോയതുപോലെ തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്യുക 180 ഡിഗ്രിയിൽ. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ ലാസ്റ്റ് നോക്കിയത്. കണ്ടോ, പോയതുപോലെ ആ ഭാഗത്തേക്ക് തന്നെ എന്ത് ചെയ്യുക, ഡിഫ്ലക്ട് ചെയ്തിട്ട് വരിക. അപ്പൊ ആലോചിക്കുക, 3 ഒബ്സർവേഷൻസ് ആണ് പഠിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യും, അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പാസ് ചെയ്യും. കുറച്ച് പേര് ഫ്യൂ സ്മോൾ ഫ്രാക്ഷൻസ് എന്ത് ചെയ്യും, ചെറിയ ചെറിയ സ്മോൾ ആംഗിൾസിൽ ഡിഫ്ലക്ട് ചെയ്യും. വളരെ കുറച്ച് വെരി ഫ്യൂ എന്ത് ചെയ്യാൻ തുടങ്ങും, ബൗൺസ്ഡ് ബാക്ക്, അതായത് നിയർലി 180 ഡിഗ്രിയിൽ റിട്ടേൺ ആയിട്ട് ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇത് 3ആണ് അതിന്റെ എന്ത് വരുന്നത്, ഒബ്സർവേഷൻസ് വരുന്നത്. അടുത്തത് ഈ ഒബ്സർവേഷൻസ് നമ്മൾ എത്തിയ കൺക്ലൂഷൻസ് എന്തൊക്കെയാണെന്നാണ് പഠിക്കാനുള്ളത്. 3 ഒബ്സർവേഷൻ നമ്മൾ കണ്ടു. ഈ ഒബ്സർവേഷന് നമ്മൾ എത്തുന്ന കൺക്ലൂഷൻസ്, ഫസ്റ്റ് വൺ വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ദ ആറ്റം ഈസ് എംപ്റ്റി ആസ് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഫോയിൽ ആൻഡ് ഡിഫ്ലക്ട്. ഫസ്റ്റ് ഒബ്സർവേഷൻ എന്തായിരുന്നു നമ്മുടേത്, മോസ്റ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്ത് പോകുന്നു, പാസ് ചെയ്ത് പോവും അൺഡിഫ്ലക്റ്റഡ് ആയിട്ട്, ഡിഫ്ലക്ട് ചെയ്യാതെ. അങ്ങനെ പാസ് ചെയ്ത് പോകണമെന്ന് പറയുമ്പോൾ അവിടെ വല്ലതും ഉണ്ടാവുമോ, ഇല്ല. അവിടെ സ്പേസ് എന്തായിരിക്കും, എംപ്റ്റി ആയിരിക്കും. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. സ്പേസ് എന്തായിരിക്കും, എംപ്റ്റി ആയിട്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് അതിലൂടെ പാസ് ചെയ്ത് പോവാനുള്ള കാരണം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഫ്യൂ പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾ. കുറച്ച് പേര് എന്ത് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ഒബ്സർവേഷനിൽ, ഡിഫ്ലക്ട് ചെയ്യുന്നു അല്ലെ, തിരിച്ചു വരുന്നു പറഞ്ഞു. അതെന്താണ് അവിടെ കാണിക്കുന്നത്, the positive charge has to be concentrated in a very small volume that repelled and reflected the positively charged alpha particle. ആലോചിച്ച് ഞാൻ പോയിന്റ് ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് ഒബ്സർവേഷൻ പറഞ്ഞത് അവർ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പാസ് ചെയ്യുന്നു. പാസ് ചെയ്ത് പോകണമെങ്കിൽ ഇവിടെ സ്പേസ് എന്തായിട്ട് ഉണ്ടാവണം, എംപ്റ്റി ആയിട്ട് ഉണ്ടാവണം. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ചിലത് എന്ത് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, നേരെ പോകുന്നതിന് പകരം അവരെന്ത് ചെയ്യും, ഡിഫ്ലക്ട് ചെയ്യും അല്ലെ. ഡിഫ്ലക്ട് ചെയ്യാൻ കാരണം അവിടെ ആരുടെ പ്രസൻസ് വരുന്നത് കൊണ്ടാണ്, ഒരു പോസിറ്റീവ് ചാർജിന്റെ പ്രസൻസ് വരുന്നതുകൊണ്ടാണ്. പോസിറ്റീവിന്റെ അടുത്തേക്ക് ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് എന്താണ്, പോസിറ്റീവ് ആണ് കേട്ടോ. അപ്പൊ പോസിറ്റീവ് ഉള്ള ആൽഫ പോകുമ്പോ പോസിറ്റീവ് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. അതാണ് നമ്മുടെ പോയിന്റ് പറയുന്നത്. അതായത് ചില സ്മോൾ വോളിയത്തിൽ ആര് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ അവിടേക്ക് ആൽഫ പാർട്ടിക്കിൾ, ഈ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾ എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവര് ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് അടുത്ത പോയിന്റ് പറയുന്നത് വോളിയം ഒക്യുപ്പൈഡ് ബൈ ദ ന്യൂക്ലിയസ്. നമുക്കറിയാം എന്താണ്, സെന്റർ പോർഷനിൽ ആരുണ്ടാവും, ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലേ. അതിന് ചുറ്റും ഓർബിറ്റ്സ് വന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ആറ്റം ഉണ്ടാവുന്നത്. അപ്പോ ന്യൂക്ലിയസ് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും ആസ് കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദ ആറ്റം. ഞാൻ ഈ ഒരു ആറ്റത്തിന്റെ ടോട്ടൽ വോളിയം നോക്കുന്ന സമയത്ത് ഈ ന്യൂക്ലിയസ് കിടക്കുന്ന വോളിയം എന്തായിരിക്കും, വളരെ കുറവായിരിക്കും, നെഗ്ലിജിബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിന്റെ പോയിന്റ് റേഞ്ചും ഏകദേശം പറയുന്നുണ്ട്. റേഡിയസ് ഓഫ് ദ ആറ്റം നമ്മൾ എന്താണ്, 10 ടോട്ടൽ റേഡിയസ് ഓഫ് ആറ്റം 10⁻⁻10 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഓഫ് ന്യൂക്ലിയസ് എത്രയാ വരുന്നത്, ന്യൂക്ലിയസിന്റെ വരുന്നത് 10⁻15 ആണ് വരുന്നത്. ഓക്കെ, അതായത് ടോട്ടൽ ആറ്റത്തിന്റെ നോക്കുന്നിടത്ത്, വോളിയം നോക്കുന്നിടത്ത് ന്യൂക്ലിയസിന്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ ചെറുതായിരിക്കും, നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് എന്ത് വരുന്നത്, കൺക്ലൂഷൻസ്. അപ്പൊ നമ്മൾ ഒബ്സർവേഷൻസ് പഠിച്ചു, കൺക്ലൂഷൻസ് പഠിച്ചു അല്ലെ. ഓക്കെ, അപ്പോ ഓൺ ദ ബേസിസ് ഓഫ് എബോവ് ഒബ്സർവേഷൻസ് ആൻഡ് കൺക്ലൂഷൻസ്, ആ ഒബ്സർവേഷന്റെയും കൺക്ലൂഷന്റെയും ബേസിസിൽ നമ്മൾ എത്തിയിരിക്കുന്ന മോഡലിനെ പറ്റി എത്തിയിരിക്കുന്ന കുറച്ച് പോസ്റ്റുലേറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു പറഞ്ഞത്,
positive charge and most of the mass of the atom was densely concentrated in extremely small region. ആ റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയസ്. അതായത് കുറെ എണ്ണം എന്താണ് നേരെ പോയി എന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഡിഫ്ലക്ട് ചെയ്യാതെ, അതായത് എംപ്റ്റി ആയിട്ടുള്ള കുറെ സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? പോസിറ്റീവ് ചാർജിന്റെ പ്രസൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഡിഫ്ലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഒക്യുപ്പൈ ചെയ്യുന്നത് വളരെ സ്മോൾ ആയിട്ടുള്ള ആ ഒരു റീജിയനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ന്യൂക്ലിയസ് എന്ന് പറഞ്ഞത്. ആറ്റത്തിന്റെ ആ സെന്റർ പോർഷൻ ആണ് ന്യൂക്ലിയസ്. അടുത്ത് നോക്കിക്കേ, ന്യൂക്ലിയസ് ഈസ് സറൗണ്ടഡ് ബൈ ഇലക്ട്രോൺ. ന്യൂക്ലിയസിന് ചുറ്റുമാണ് ആരുണ്ടാവുക? ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കുക. ഇവരെന്താ ചെയ്യുക? സർക്കുലർ പാത്തില് വെരി ഹൈ സ്പീഡിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമുക്ക് സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ ഈ ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലർ പാത്തിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഹൈ സ്പീഡിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സർക്കുലർ പാത്തുകളെ നമ്മൾ പറയുന്ന പേരാണ് ഓർബിറ്റ്. ഈ ഒരു സർക്കുലർ പാത്തുകളെ നമ്മൾ പറയുന്ന പേരാണ് ഓർബിറ്റ്. ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല് എന്ന് നിങ്ങൾ പഠിച്ചത് കേട്ടോ, സർക്കുലർ പാത്ത്. അടുത്തത് എന്താണ്? തേർഡ് പോയിന്റ് എന്താ പറയുന്നത്? ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. നമ്മുടെ ആദ്യം തന്നെ നമ്മളതിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട് സെന്റർ പോർഷനിൽ, ചുറ്റുമായിട്ട് എന്തുണ്ട്? ഓർബിറ്റുകൾ ഉണ്ട്, ഷെല്ലുണ്ട് അല്ലെ. അപ്പൊ ഈ ഇലക്ട്രോൺസിനെയും ഈ ഷെല്ലുകളിൽ കിടക്കുന്ന ഇലക്ട്രോൺസിനെയും ഈ ന്യൂക്ലിയസിനെയും തമ്മിൽ ഹെൽഡ് ചെയ്തിട്ട് അവരെ കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തുണ്ട് എന്നാ പറയുന്നത്? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനിലാണ് ഇലക്ട്രോൺസും ന്യൂക്ലിയസും എന്തായിട്ട് നിൽക്കുന്നത്? ടുഗദർ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോ ഇനി അടുത്ത ടോപ്പിക് ആണ് പഠിക്കാൻ പോകുന്നത്. ടോപ്പിക് വരുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക് ആണ് അല്ലെ. ഒരു നമ്മൾ സിമ്പിൾ എഴുതി കഴിഞ്ഞാൽ അറ്റോമിക് നമ്പറും ഉണ്ടാവും, മാസ് നമ്പറും ഉണ്ടാവും. അറ്റോമിക് നമ്പറിനെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്? സെഡ് വെച്ചിട്ട്. മാറിപ്പോവരുത്. മാസ് നമ്പറിനെയാണ് നമ്മൾ എന്ത് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്? എ വെച്ചിട്ട് കേട്ടോ. എ കാണുമ്പോ അറ്റോമിക് നമ്പർ ആണെന്ന് കരുതരുത്. അറ്റോമിക് നമ്പറിനെ സെഡ് വെച്ചിട്ടും ഡിനോട്ട് ചെയ്യും, മാസ് നമ്പറിനെ എ വെച്ചിട്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോ അറ്റോമിക് നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം. നമ്മൾ പറഞ്ഞു ആറ്റത്തിന്റെ സെന്ററിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിലായിരിക്കും ആരുണ്ടാവുക? പ്രോട്ടോൺസ് ഉണ്ടാവുക. അപ്പൊ എത്ര നമ്പർ ഓഫ് പ്രോട്ടോൺ ഉണ്ട്? ആ നമ്പർ ഓഫ് പ്രോട്ടോണിനെയാണ് എന്തെന്ന് പറയുന്നത്? അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ ഡിഫൈൻ ചെയ്യാൻ എന്ത് പറഞ്ഞാൽ മതി? നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ന്യൂട്രൽ ആറ്റം. അത് എടുത്തു പറയണം. ചാർജുകളുള്ള സ്പീഷീസ് ആണെങ്കിൽ എന്താണ്? ഇലക്ട്രോണിനെ കൊടുക്കുക, ഡൊണേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്പർ വേരി ചെയ്യും. അതല്ല ആറ്റം ന്യൂട്രൽ ആണെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ഉണ്ടാവും അല്ലെ. +5 -5 വരുമ്പോഴല്ലേ അത് ന്യൂട്രൽ ആവുക. അപ്പൊ 5 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 5 ഇലക്ട്രോണും ഉണ്ടാവും. എപ്പോ? ന്യൂട്രൽ ആണെങ്കിൽ മാത്രം. അപ്പൊ ന്യൂട്രൽ ആണ് ആറ്റം എന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ആറ്റത്തിലെ ഇലക്ട്രോണിന്റെ എണ്ണം പറഞ്ഞാലും ന്യൂക്ലിയസിലെ പ്രോട്ടോണിന്റെ എണ്ണം പറഞ്ഞാലും എന്താണ്? ഈക്വൽ ആണ്. രണ്ടും എന്ത് തന്നെയാണ്? അറ്റോമിക് നമ്പർ തന്നെയാണ് കേട്ടോ. അപ്പൊ അറ്റോമിക് നമ്പർ വെച്ചാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ആറ്റത്തിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എടുത്താലും മതി, രണ്ടും ഈക്വൽ ആണ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ന്യൂക്ലിയോൺസ് എന്ന് പറയുമ്പോൾ അവിടെ ന്യൂട്രോണും വരും പ്ലസ് പ്രോട്ടോണും വരും. ന്യൂട്രോണിനും പ്രോട്ടോണിനും കൂടെ ഒരുമിച്ച് പറയുന്ന പേരാണ് ന്യൂക്ലിയോൺ. ആ ന്യൂക്ലിയോൺ നമ്പറിനെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. നോക്കിക്കേ, മാസ് നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിനല്ലേ മക്കളെ നമ്മൾ എന്തെന്ന് പഠിച്ചത്? അറ്റോമിക് നമ്പർ എന്ന് പഠിച്ചത്. അപ്പോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അറ്റോമിക് നമ്പറിന്റെ കൂടെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാസ് നമ്പർ കിട്ടും. ക്ലിയർ അല്ലേ? ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ പഠിച്ചത് അറ്റോമിക് നമ്പറിന് സെഡ് വെച്ച് കാണിച്ചു, വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. ആറ്റം ന്യൂട്രൽ ആണെങ്കിൽ അത് എന്തിനു തന്നെ ഇക്വലന്റ് ആണ്? നമ്പർ ഓഫ് ഇലക്ട്രോണിന് ഇക്വലന്റ് ആണ്. അടുത്ത പോയിന്റ് എന്താ പഠിച്ചത്? മാസ് നമ്പർ പഠിച്ചു. മാസ് നമ്പർ പറയുമ്പോൾ എന്തായിരുന്നു? നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസും പ്ലസ് എന്ത് ചെയ്താലും മതി? നമ്പർ ഓഫ് ന്യൂട്രോൺസും കൂടെ ആഡ് ചെയ്താൽ മതി. ഈ നമ്പർ ഓഫ് പ്രോട്ടോൺസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അറ്റോമിക് നമ്പർ അല്ലേ. അപ്പൊ ഇതിന് എനിക്ക് എന്ത് കൊടുക്കാം?
അറ്റോമിക് നമ്പർ ഓഫ് പ്രോട്ടോണിന്റെ കൂടെ നമ്പർ ഓഫ് ന്യൂട്രോൺ ആഡ് ചെയ്തത്. നേരെ തിരിച്ച് എനിക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺ ഇതെന്ന് കണ്ടുപിടിക്കാലോ. മാസ് നമ്പറും അറ്റോമിക് നമ്പറും കിട്ടിയാൽ നമുക്ക് എന്തും കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഫൈൻഡ് ചെയ്യും ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ അറ്റോമിക് നമ്പറും മാസ് നമ്പറും പഠിച്ചു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന പുതിയ ടോപ്പിക് ആണ് എന്ത്, ഐസോബാർസ് ആൻഡ് ഐസോടോപ്സ്. ഓക്കെ, ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് ഐസോബാർസ് എന്ന് വെച്ചാൽ എന്താന്ന് കേട്ടോ. ഐസോബാർസിന്റെ പ്രത്യേകത എന്താ വെച്ചാ അവർക്ക് സെയിം മാസ് നമ്പർ ആയിരിക്കും. മാസ് നമ്പർ വെച്ചാൽ നമ്മൾ എന്ത് എ വെച്ച് ഡിനോട്ട് ചെയ്ത് പഠിച്ചത്, സെയിം മാസ് നമ്പർ ആയിരിക്കും ഉണ്ടാവുക, ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ, സെഡ് വാല്യൂ അറ്റോമിക് നമ്പർ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും വരിക. ഫോർ എക്സാമ്പിൾ ഇത് നോക്കിക്കേ, കാർബൺ 6 ആണ് എടുത്തിരിക്കുന്നത് 14, കാർബൺ 7 14. ഓക്കെ, ഈ എക്സാമ്പിൾ നോക്കുന്ന നേരത്ത് 14 ഈ മേലെ കൊടുത്തതാണ് എന്ത്, മാസ് നമ്പർ. ഈ മാസ് നമ്പർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. നേരെ തിരിച്ച് അറ്റോമിക് നമ്പർ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ അറ്റോമിക് നമ്പർ ഡിഫറെന്റും സെയിം മാസ് നമ്പറും വരുന്ന സ്പീഷീസിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, ഐസോബാർസ് എന്ന് പറയാം. അപ്പൊ ഐസോടോപ്പ് എന്തായിരിക്കും, തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ, അവരുടെ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ ആയിരിക്കും എന്തുണ്ടാവുക, ഡിഫറെന്റ് ഉണ്ടാവുക. കൺഫ്യൂസ്ഡ് ആവരുത്, ഏതെങ്കിലും ഒരു ടേം നന്നായിട്ട് പഠിക്കാൻ, നേരെ തിരിച്ചിട്ട് ആലോചിച്ചാൽ മതി. ഐസോടോപ്പ് എന്ന് വെച്ചിട്ട് എന്താണ്, അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള സ്പീഷീസിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, ഐസോടോപ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓർക്കുക, ഐസോടോപ്പ് പറയുമ്പോൾ അറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ ഡിഫറെന്റും. തിരിച്ച് ഐസോബാർ എന്ന് പറയുമ്പോൾ മാസ് നമ്പർ സെയിം ആയിരിക്കും, അറ്റോമിക് നമ്പർ ആയിരിക്കും ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ഐസോടോപ്പിന് എക്സാമ്പിൾ ആണ് ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് ഇത് കേട്ടോ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്ന് പറയുന്നത്. ഇതൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, താഴെ കൊടുത്തിരിക്കുന്ന ഈ അറ്റോമിക് നമ്പർ എന്താണ്, 1 സെയിം ആണ്. മാസ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്, മാസ് നമ്പർ ഡിഫറെന്റ് ആണ്, 1 2 3. അപ്പൊ താഴെ കൊടുത്ത അറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ ഡിഫറെന്റും ആയിട്ടുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐസോടോപ്പ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇതിലെ മാസ് നമ്പർ ചേഞ്ച് ചെയ്യുന്നത് ഏത് സ്പീഷീസ്, ഏത് സബ് അറ്റോമിക് പാർട്ടിക്കിൾ മാറുന്നതുകൊണ്ടായിരിക്കും, ന്യൂട്രോൺസ് മാറുന്നതുകൊണ്ടായിരിക്കും അല്ലെ. ഇവിടുത്തെ കേസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ന്യൂട്രോൺസ് എന്തായിരിക്കും, 0 ആയിരിക്കും, ന്യൂട്രോൺ ഒന്നും ഇല്ല. അപ്പൊ ഒരു പ്രോട്ടോൺ ഉണ്ട്, ആ ഒരു പ്രോട്ടോൺ തന്നെയാണ് ഏതിനും വരുന്നത്, മാസ് നമ്പർ പറയുമ്പോഴും വരുന്നത്. ന്യൂക്ലിയോണില് ന്യൂട്രോൺ ഇല്ലെങ്കിൽ. രണ്ടാമത്തെ കേസിൽ ന്യൂട്രോണിന്റെ വാല്യൂ എന്താണ്, 1 ആണ്. അപ്പോ പ്രോട്ടോൺ ഒന്നുണ്ട്, ഒരു ന്യൂട്രോണും കൂടെ വന്നപ്പോ മാസ് നമ്പർ എന്തായി, 2 ആയി. മൂന്നാമത്തെ കേസ് നോക്കുമ്പോഴോ നമ്പർ ഓഫ് ന്യൂട്രോൺസ് അവിടെ എന്തായിരിക്കും, 2 എണ്ണം ഉണ്ടായിരിക്കും. പ്രോട്ടോൺ എന്താ ഈ കേസിൽ, പ്രോട്ടോൺ 1 തന്നെ അല്ലെ, ന്യൂട്രോൺസ് 2 ഉണ്ട്. അതുകൊണ്ടാണ് അറ്റോമിക് നമ്പർ 1ഉം മാസ് നമ്പർ നോക്കുമ്പോൾ എന്തും വരാൻ കാരണം, 3ഉം വരാൻ കാരണം. ഈ നമ്പർ ഓഫ് ന്യൂട്രോൺസിലാണ് അവിടെ എന്ത് വരുന്നത്, ഐസോടോപ്പിന്റെ കേസിൽ ഡിഫറൻസ് വരുന്നത്. വേറെ എക്സാമ്പിൾസ് ആണ് ഇപ്പൊ കാർബൺ നോക്കിക്കേ, ഒക്കെ എന്താണ് 6 ആണ് അല്ലെ. അറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ നോക്കുമ്പോൾ എന്താണ്, ഡിഫറെന്റ് ആണ്, 12 13 14. വേറൊരു എക്സാമ്പിൾ ക്ലോറിന്റെ കൊടുത്തിട്ടുണ്ട്. ക്ലോറിന്റെ എന്താ കൊടുത്തിരിക്കുന്നത്, ക്ലോറിൻ 17 ആണ്. അറ്റോമിക് നമ്പർ ക്ലോറിന്റെ 17 ആണ്, മാസ് നമ്പർ എന്ത് കൊടുത്തിട്ടുണ്ട്, 35ഉം കൊടുത്തിട്ടുണ്ട്, 37ഉം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മാസ് നമ്പർ ചേഞ്ച് ചെയ്യുക, സെയിം അറ്റോമിക് നമ്പർ വരുന്ന സ്പീഷീസ് ആണ് ഐസോടോപ്പ്. തിരിച്ച് സെയിം മാസ് നമ്പറും ഡിഫറെന്റ് അറ്റോമിക് നമ്പറും വരുന്ന സ്പീഷീസ് ആണ് ഐസോബാർസ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അത് വെച്ചിട്ടുള്ള 2 പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺ. അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം കിട്ടണം നമുക്ക്, ന്യൂട്രോണിന്റെ എണ്ണം കിട്ടണം, ഇലക്ട്രോണിന്റെ എണ്ണം കിട്ടണം. ഏതിൻ്റെത്, ബ്രോമിൻ്റെതാണ് തന്നിരിക്കുന്നത് കേട്ടോ. ബ്രോമിൻ 35 80. അപ്പൊ ഇത് ഇങ്ങനെ ഒരു സിമ്പിളിനെ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഈ താഴെ കൊടുത്തിരിക്കുന്നത് ബോട്ടം ലെഫ്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ് എന്ത്, അറ്റോമിക് നമ്പർ Z. ഓക്കെ, ടോപ്പ് ലെഫ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഈ 80 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്, മാസ് നമ്പർ A. ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ ഈ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോണിന്റെ വാല്യൂ ഡയറക്ട്ലി ഇതിന്ന് കിട്ടുമല്ലോ, 35 ആണ്.
അപ്പൊ അറ്റോമിക് നമ്പർ 35 എന്ന് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺ. ഈ ആറ്റം എന്താണ്? ന്യൂട്രൽ അല്ലേ? വല്ല ചാർജും വന്നിട്ടുണ്ടോ അതില്? ഇല്ല, ചാർജ് വന്നിട്ടില്ല, ന്യൂട്രൽ ആണ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പോസിറ്റീവ് ചാർജും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ 35 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 35 എന്തും ഉണ്ടാവണം? ഇലക്ട്രോണും ഉണ്ടാവണം. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോക്കിയിട്ടുണ്ടെങ്കിലും നമ്പർ ഓഫ് പ്രോട്ടോൺസ് നോക്കിയിട്ടുണ്ടെങ്കിലും ഒക്കെ വാല്യൂ എന്താണ്? 35. അപ്പൊ പ്രോട്ടോൺസും 35 ആന്ന് കിട്ടി, ഇലക്ട്രോൺസും 35 ആന്ന് കിട്ടി. ഇനി നോക്കിക്കേ, ന്യൂട്രോൺസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? മൈനസ് ചെയ്താ പോരെ? മാസ് നമ്പർ എന്ന് പറയുമ്പോൾ ഇതിൽ എന്ത് വന്നിട്ടുണ്ട്? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രോട്ടോൺ മാത്രമാണ്. അപ്പൊ ന്യൂട്രോൺ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. 80 മൈനസ് 35 അല്ലെ? അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന മാസ് നമ്പറിന് നമ്മൾ എന്ത് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി? അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും കേട്ടോ. നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടാൻ തന്നിരിക്കുന്ന മാസ് നമ്പറിന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ മതി. അപ്പൊ 80 മൈനസ് 35 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോൺസിന്റെ നമ്പർ 45 ആണെന്ന് കിട്ടും. ക്ലിയർ അല്ലേ കാൽക്കുലേഷൻ? അപ്പൊ പ്രോട്ടോണിന്റെ നമ്പർ ഇലക്ട്രോണിന്റെ നമ്പർ ഒരു ന്യൂട്രൽ ആറ്റം ആണെങ്കിൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ന്യൂട്രോണിന്റെ നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്താൽ മതി. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ആ ഏരിയ നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ സ്പീഷീസ് ആർ ഈക്വൽ ടു 18, 16 ആൻഡ് 16. ഞാൻ ഒന്ന് എഴുതി വെക്കാം റെസ്പെക്റ്റീവ്ലി എന്താ വരുന്നതെന്ന്. പ്രോട്ടോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്. ഇലക്ട്രോൺസ് നമ്പർ 18, 16, 16. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ. അസൈൻ ദ പ്രോപ്പർ സിംബൽ ടു ദ സ്പീഷീസ്. അപ്പൊ പ്രോട്ടോൺ 16 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അറ്റോമിക് നമ്പർ എന്തായിരിക്കും വരിക മക്കളെ? 16 അല്ലെ? 16 ആയിരിക്കും അറ്റോമിക് നമ്പർ വരിക. 16 അറ്റോമിക് നമ്പർ വരുന്ന എലമെന്റ് ഏതായിരുന്നു? സൾഫർ അല്ലേ 16. അപ്പൊ എസ് ആണ് സിമ്പിൾ. അത് നമുക്ക് ആദ്യം അറിയാം. അറ്റോമിക് നമ്പർ 16 ആയതുകൊണ്ട് എനിക്ക് അത് എന്ത് ചെയ്യാം? താഴെ 16 കൊടുക്കാം. ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോണിന്റെ നമ്പറിലാണ്. നിങ്ങൾക്കറിയാം ആറ്റം ന്യൂട്രൽ ആണെങ്കിൽ പോസിറ്റീവിന്റെ എണ്ണവും നെഗറ്റീവിന്റെ എണ്ണവും സെയിം ആയിരിക്കും. അതായത് 16 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 16 ഇലക്ട്രോണും ഉണ്ടായാൽ അത് ന്യൂട്രൽ. പക്ഷെ ഇവിടെ എന്താണ്? 16 പ്ലസ് 2, 2 ഇലക്ട്രോൺ അവിടെ അഡീഷണലി വന്നിട്ടുണ്ട് അല്ലെ? 18 ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 2 ഇലക്ട്രോണും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരെ ഗെയിൻ ചെയ്ത് നമ്മൾ എന്താ ചാർജ് കൊടുക്കുക? 2 മൈനസ് അല്ലെ? അപ്പൊ നമ്മൾ ഇതിന് എന്ത് കൊടുക്കണം? ചാർജ് 2 മൈനസ് കൊടുക്കണം. മാസ് നമ്പർ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കേനി? ചാർജ് കൊടുത്താലേ ഡൗട്ട് ഇല്ലല്ലോ. 16 ആണ് പ്രോട്ടോൺ എന്നുണ്ടെങ്കിൽ 16 തന്നെയായിരുന്നു ഇലക്ട്രോൺ എന്നുണ്ടെങ്കിൽ ന്യൂട്രൽ. പക്ഷെ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? 18. ക്വസ്റ്റ്യൻ അവർ 18 തന്നിട്ടുണ്ട്. അതായത് വരേണ്ട 16ന്റെ കൂടെ 2 ഇലക്ട്രോൺ അഡീഷണൽ ആണ്. അപ്പൊ 2 പേര് അഡീഷണലി വന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ഡിനോട്ട് ചെയ്തത്? 2 മൈനസ് എന്ന് ഡിനോട്ട് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കിക്കേ. ഇനി ലാസ്റ്റ് നമുക്ക് ഇവിടെ എന്തും കൂടെ കൊടുക്കണം? മാസ് നമ്പർ കൊടുക്കാനുള്ള ഒരു പോർഷൻ ഉണ്ട് അല്ലെ? മാസ് നമ്പർ എങ്ങനെയാ കൊടുക്കുക? മാസ് നമ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ അല്ലേ? പ്രോട്ടോണിന്റെ നമ്പർ എത്രയാണ്? 16 ആണ്. ന്യൂട്രോണിന്റെ നമ്പർ എത്രയാ വന്നിരിക്കുന്നത്? 16 ആണ്. അതായത് ടോട്ടൽ എന്ത് വരും? 32 മാസ് നമ്പർ. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കൊടുക്കേണ്ടത്? 32. ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് പറയാം. സൾഫർ ആണ് എന്ന് നമുക്ക് എങ്ങനെ കിട്ടി? അറ്റോമിക് നമ്പർ, നമ്പർ ഓഫ് പ്രോട്ടോൺ വിച്ച് ഈസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ, അത് 16 ആയതുകൊണ്ട് സൾഫർ ആണ് നമ്മുടെ എലമെന്റ് എന്ന് മനസ്സിലാക്കിയിട്ട് എസ് എന്നുള്ള സിമ്പൽ കൊടുത്തു. പ്രോട്ടോണിന്റെ നമ്പർ 16, അറ്റോമിക് നമ്പർ 16, അത് ഞാൻ താഴെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. മാസ് നമ്പർ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. അപ്പോ 32 എന്ന് കിട്ടി. ഇനി ഇലക്ട്രോണിന്റെ നമ്പർ ഒറിജിനലി ന്യൂട്രൽ ഉള്ളതിനേക്കാൾ 2 എണ്ണം കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് മാർക്ക് ചെയ്തത്? 2 മൈനസ്. അപ്പൊ നമ്മുടെ ഫൈനൽ നൊട്ടേഷൻ ഇങ്ങനെ വരും: സൾഫർ അറ്റോമിക് നമ്പർ 16, മാസ് നമ്പർ 32 ആൻഡ് ചാർജ് 2 മൈനസ് എന്ന് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റാ.